പള്ളികളെ നാം വല്ലാതെ ആദരിക്കണം. പള്ളിയിൽ കാണുന്ന അഴുക്കുകൾ നാം നീക്കം ചെയ്യണം. പള്ളിയിൽ പ്രാവിൻ്റെ കാഷ്ടമോ പല്ലിയുടെ കാഷ്ടമോ അല്ലെങ്കിൽ അത്തരം വൃത്തിഹീനമായ വല്ലതും കണ്ടാൽ നാം അവ വൃത്തിയാക്കണം. വൃത്തിഹീനമാക്കുന്ന കുട്ടികളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. വകതിരിവില്ലാത്ത കുട്ടികളെ നാം അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പള്ളിയെ കരുതിയിരിക്കണം. പള്ളി മുസ്ലിമിൻ്റെ ഒരു അഭിമാന കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധ മദീനത്ത് പോയപ്പോൾ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു രംഗം. ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ നോമ്പ് തുറക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വല്ലാത്തൊരു ഒരു രംഗമാണ്. അല്ലാഹു തആല ഈ ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും പരിശുദ്ധ മദീനയിലെത്താനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. അവിടെ വെച്ച് നോമ്പ് തുറക്കാനും തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം മുഅദ്ദിൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, അസ്വലാത്തു അലത്തിഫിൽ, അസ്വലാ അലത്തിഫിൽ. ഒരു കുഞ്ഞു കുട്ടിയുടെ മേലുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. മുഅ്മിനീങ്ങളെ നോക്കണം നിങ്ങൾ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹത്വം. സത്യത്തിൽ ഒരു കുഞ്ഞിനെ, ഒരു കുട്ടിക്ക് പാപങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പാപങ്ങളുണ്ടോ? ഇല്ല. അവർ പാപങ്ങളില്ലാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് അല്ലാഹുമ്മ ഗഫിർ ലഹു പോലുള്ള ദുആകൾ പോലും വേണമെന്നില്ല. കാരണം അവർക്ക് പാപങ്ങളില്ല. ആ കൊച്ചു കുട്ടിക്ക് വേണ്ടി 8 ലക്ഷത്തോളം ആളുകൾ നിസ്കരിക്കുകയാണ്. മാഷാ അല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിലയും നിലവാരവും സ്ഥാനവും മഹത്വവും മറ്റുള്ളവരോടുള്ള പരിഗണനയും അവിടെയാണ് നമുക്ക് മനസ്സിലാവുക. ആരും വിട്ടൊഴിയാതെ എല്ലാവരും ഇമാമിൻ്റെ കൂടെ ഈ ലക്ഷക്കണക്കിന് ആളുകളെ കുഞ്ഞിന് വേണ്ടിയിട്ട് തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നിസ്കരിക്കുന്നു. മാഷാ അല്ലാഹ്. അതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അതിനെ ആ ആദരവോടെ നാം കണ്ട്, ആ ബഹുമാനത്തോടെ കണ്ട് പള്ളിയെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിൽ പോയി ഇത്തരം അദബുകളൊക്കെ പാലിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പള്ളിയെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ.